CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയായ എസ് സുദേവൻ തുടരും. സെക്രട്ടറി മാറണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നും സൂചന. ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, വിവരങ്ങൾ. സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണെന്ന് പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. എസ് സുദേവന് തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആക്കും. സുദേവൻ തന്നെ തുടരും, തൽസ്ഥാനത്ത് തുടരും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച മാർച്ച് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സെക്രട്ടറിയെ വെക്കേണ്ടതില്ല എന്നൊരു വിഭാഗം സെക്രട്ടറി മെമ്പർമാർ നിലപാടെടുത്തു. എന്നാൽ ഒരു മത്സരം ഒഴിവാക്കുക എന്നതും അതുപോലെ തന്നെ എസ് ജയമോഹന്റെ പേര് ഉയർന്നു വന്നതും ആദ്യം ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് എസ് സുദേവൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയെ തുടരട്ടെ എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു. എസ് സുദേവൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയെ തുടരും. അത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുനാഗപ്പള്ളിയിലുണ്ടായ വിഭാഗീയത. അത് പാർട്ടിക്ക് സംസ്ഥാനത്ത് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നേതാക്കന്മാരായ PR വസന്തിനെയും അതുപോലെ തന്നെ രാധാമണിയെയും വി ഗോപനെയും ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി എസ് സുദേവൻ തുടരുമെന്ന് നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും. ഈ സുദേവൻ ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്നൊരു ആവശ്യം ഉയരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഷമീർ? എസ് സുദേവൻ നിലവിൽ KN ബാലഗോപാൽ മന്ത്രിയായ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നയാളാണ്. അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വന്നയാളല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു വിഭാഗം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ എസ് സുദേവന്റെ പ്രവർത്തനം പലരും വിമർശിച്ചു. ഈ പ്രതിനിധി സമ്മേളനത്തിൽ പോലും വിഭാഗീയത നിയന്ത്രിക്കാൻ കഴിയാതെ പോയൊരു സെക്രട്ടറിയാണെന്ന് തുടങ്ങിയ വിമർശനങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗം പ്രതിനിധികൾ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എസ് ജയമോഹന്റെ പേര് ഉയർന്നു വന്നത്. എന്നാൽ എസ് ജയമോഹനെ തൽക്കാലം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരം ഒഴിവാക്കി ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമായതിനാൽ എസ് സുദേവൻ തന്നെ തൽസ്ഥാനത്ത് തുടരട്ടെ എന്ന സംസ്ഥാന നേതൃത്വം നിലപാടെടുത്ത് ആ ഒരു തീരുമാനം സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. ആതിര, അതോടൊപ്പം ഈ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കരുനാഗപ്പള്ളിയിൽ നമുക്കറിയാം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ സമ്മേളനങ്ങൾ നടന്ന സമയം മുതൽ തന്നെ കരുനാഗപ്പള്ളിയിൽ വലിയ വിഭാഗീയതയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത്. അതായത് കുന്നത്തൂർ സൗത്ത്, അതുപോലെ തന്നെ കുലശേഖരം സൗത്ത്, നോർത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ സമ്മേളനങ്ങളെല്ലാം അലങ്കോലപ്പെട്ടു. ഈ സമ്മേളനം ലോക്കൽ സമ്മേളനങ്ങൾ നിയന്ത്രിക്കാനെത്തിയ സംസ്ഥാന സമിതി അംഗങ്ങളെ ഈ കയ്യാങ്കളി നടത്തുന്ന സാഹചര്യമുണ്ടായി, കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ MV ഗോവിന്ദൻ 2 തവണയാണ് സംസ്ഥാന സെക്രട്ടറി ജില്ലയിൽ എത്തിയത്. പക്ഷേ 2 നേതാക്കന്മാർ PR വസന്തനും അതുപോലെ സൂസൻകുടി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻകുടി വിഭാഗങ്ങളാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പക്ഷേ ഇത് തടയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല, ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പിന്നീട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. കരുനാഗപ്പള്ളിയിൽ ഒന്നും തന്നെ ഏരിയ സമ്മേളനങ്ങളോ ലോക്കൽ സമ്മേളനങ്ങളോ പൂർണ്ണതോതിൽ നടത്താൻ പാർട്ടിക്കായില്ല. പിന്നീട് ഇവിടെ ഉണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങൾ മറ്റു ജില്ലയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 പേരെ മാറ്റി നിർത്താൻ ഒരു തീരുമാനം എടുത്തായുള്ള സൂചന ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിന്റെ സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ആതിര, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്.